മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നാം ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ്. ഈ ശ്രമം ചെയ്താൽ മാത്രമേ നമുക്കത് നേടിയെടുക്കുവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക. ഈ മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ക്ലാരിറ്റി ഇൻ യുവർ ഗോൾസ്. പലർക്കും അറിയില്ല എന്നാണ് പുസ്തകങ്ങൾ പറയുന്നത്. എന്താണ് അവർക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. ചിലർക്ക് പണം ഉണ്ടാകണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ ചിലർക്ക് വീട് വാങ്ങണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ വാഹനം വാങ്ങണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ ഏത് തരത്തിലുള്ള വീടാണ്, എത്ര പണമാണ് വേണ്ടത്, ഏത് ജോലിയാണ് വേണ്ടത്, പലർക്കും അതിനകത്ത് ക്ലാരിറ്റി ഇല്ല. ചിലർക്ക് ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യം പറയും എനിക്ക് ക്ലർക്കായാൽ മതി, ചിലപ്പോൾ പറയും എനിക്ക് സിവിൽ സർവീസ് വേണം, ചിലപ്പോൾ പറയും സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണോ, ചിലപ്പോൾ പറയും CA കാരനാണോ. അപ്പോൾ ഈ വ്യത്യസ്തമായ ഗോളുകൾ മാറ്റുമ്പോൾ പ്രപഞ്ചത്തിലേക്ക് നാം അയക്കുന്ന വൈബ്രേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ പ്രപഞ്ചത്തിന് തന്നെ യൂണിവേഴ്സിന് കൺഫ്യൂഷൻ ആക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യ സ്റ്റെപ്പ് മാനിഫെസ്റ്റേഷന് പറയുന്നത് നിങ്ങളുടെ ഗോൾ എന്താണെന്ന് വ്യക്തമായി എഴുതുക. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ജോൺ അസ്രഫ് എല്ലാം പറയുന്നത് നിങ്ങളത് കൃത്യമായി എഴുതുക. ജോൺ അസ്രഫ് തനിക്ക് മനോഹരമായ വീട് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എങ്ങനെയുള്ള വീടാണ് വേണ്ടതെന്ന് കൃത്യമായി അദ്ദേഹം വരച്ച് പ്ലാൻ ചെയ്യുകയാണ്. ഈ പ്ലാൻ ചെയ്ത വീട് അദ്ദേഹം പിന്നീട് സ്വന്തമാക്കുന്നത്. ഏറ്റവും ആദ്യത്തെ കാര്യമാണ് എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിൽ ക്ലാരിറ്റി ഉണ്ട്. ഈ ഗോളിലെ ക്ലാരിറ്റിയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് റൈറ്റ് ഇറ്റ്. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ നിങ്ങൾ എഴുതുക. അത് സ്വപ്നത്തിൽ കാണുന്നത് ശരിയാണ്, പക്ഷേ നിങ്ങൾ കൃത്യമായി എഴുതണം. വരയ്ക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ പടം വരയ്ക്കണം, ഡീറ്റെയിൽ എഴുതാൻ കഴിയുമെങ്കിൽ ഡീറ്റെയിൽ എഴുതണം. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അഫേർമിറ്റ്. അഫേർമേഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റ്, വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും എഴുതുക എന്നുള്ളതാണ്. ഒരു കാര്യം അത് ആഗ്രഹിച്ചു, ക്ലാരിറ്റി ഉണ്ടായി, എഴുതി, പക്ഷേ റിപ്പീറ്റ് ചെയ്ത് അഫേം ചെയ്താൽ മാത്രമേ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തെ സ്റ്റെപ്പാണ് പറയുന്നത് വിഷ്വലൈസേഷൻ. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുക എന്നുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഒരു പുളിയുടെ തോട് പൊളിക്കുന്നു, ഒരു ശർക്കരയുടെ കളറുള്ള ഒരു പുളി കാണുന്നു. ആ പുളിയുടെ തൊണ്ട് പൊളിച്ച ശേഷം അതിൻ്റെ കായ എടുത്ത ശേഷം നാം ആ പുളി വായിൽ വയ്ക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വായിൽ മിക്കവാറും വെള്ളം വന്നിട്ടുണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നാം അത് അനുഭവിക്കുന്നുള്ള ഫീലിംഗ് ഉണ്ടാകേണ്ട ആവശ്യമാണ്. ഞാൻ ആ കാര്യം നേടിയെടുത്തു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകേണ്ടതാണ് യഥാർത്ഥത്തിൽ വിഷ്വലൈസേഷൻ. അപ്പോൾ ഞാനത് നേടിയെടുത്ത സമയത്ത് എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതേ ഫീലിങ്ങോട് കൂടി നാം അതിനെ കാണുക എന്നുള്ളതാണ് വിഷ്വലൈസേഷനിൽ പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ലെറ്റ് ഇറ്റ് ഗോ, അല്ലെങ്കിൽ ലെറ്റിംഗ് ഗോ എന്ന് പറയും, വിട്ടുകളയുക എന്നുള്ളത്. പലപ്പോഴും പല ആഗ്രഹങ്ങളും നാം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി വളരെയധികം ടെൻഷൻ അടിക്കുക, സ്ട്രെസ് അടിക്കുക, ആങ്ഷ്യസ് ആകുക. അത് കിട്ടുമോ, ഞാൻ ജയിക്കുമോ, എനിക്കത് സാധിക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ ആണ് പല ആളുകളെയും സ്റ്റക്കാറ്റി കളയുന്നത്. ഇവിടെയാണ് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്ന ആശയം നാം പ്രാവർത്തികമാക്കേണ്ടത്. ജീവിതത്തിൽ തീർച്ചയായും ഈ ഒരു ചിന്ത ലെറ്റ് ഇറ്റ് ഗോ. ഒരു കാര്യം തീരുമാനിച്ചു, ആഗ്രഹിച്ചു എങ്കിൽ ഇനി സംശയിക്കാൻ പാടില്ല. നാം ഒരു വൃക്ഷത്തൈ നട്ടു, ഇടയ്ക്കിടയ്ക്ക് വൃക്ഷത്തൈയെ നാം വേര് പൊക്കി നോക്കിയാൽ അത് മുളയ്ക്കുമോ? അല്ലെങ്കിൽ കുറേ വെള്ളം നാം ഒഴിച്ചുകൊണ്ടിരുന്നാൽ ആ ചെടി ചീഞ്ഞു പോകില്ലേ? ഇതുപോലെ തന്നെയാണ് ആഗ്രഹങ്ങളും. നാം തീരുമാനിച്ചാൽ, വിഷ്വലൈസ് ചെയ്താൽ സംശയിക്കാതെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാത്തിനും അതിൻ്റെ ഗർഭകാലമുണ്ട്. ഒരു ആനക്കുട്ടി ഉണ്ടാകണമെങ്കിൽ ഇത്രയും ദിവസം എടുത്താൽ മാത്രമേ ആനക്കുട്ടിക്ക് ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ. അതിന് മുമ്പേ ഉണ്ടാകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഉണ്ടായാൽ തന്നെ അത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നായിരിക്കും. അവസാന സ്റ്റെപ്പാണ് ആക്ഷൻ. ആഗ്രഹമുണ്ടോ, പ്രവർത്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം നാം റിപ്പീറ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോൾ, ഒരു കാര്യം വീണ്ടും വീണ്ടും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബ്രെയിനിലേക്ക് മെസ്സേജ് പോവുകയാണ്, ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്, ഇത് നടപ്പിലാക്കേണ്ടത് ആവശ്യമാണ്, ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് ആക്ഷനിലേക്ക് പോകുന്നത്. ഈ മാനിഫെസ്റ്റേഷൻ്റെ 5 സ്റ്റേജിലൂടെ കടന്നു പോകാനായിട്ടാണ് നമ്മെ ഈ പുസ്തകങ്ങൾ ഓർപ്പിക്കുന്നത്. ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആഗ്രഹിച്ച കാര്യത്തെ നേടിയെടുക്കുക. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ 12 നിയമങ്ങൾ നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, പ്രപഞ്ചം നിങ്ങളെന്ന് പറയുന്ന 12 പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള പുസ്തകം ജീവിതത്തിൽ മാറ്റം വരുത്താൻ കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. 2, ദ ഹാബിറ്റ് ബിൽഡർ. ഹാബിറ്റുകളാണ് ജീവിതത്തിൽ
വലിയ മാറ്റം കൊണ്ടുവരുന്നത്, നേട്ടം കൊണ്ടുവരുന്നത്. ഏതെല്ലാമാണ് വ്യക്തമായ ഹാബിറ്റുകൾ, ആ ഹാബിറ്റുകൾ എങ്ങനെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം. മൂന്നാമത്തെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ദ ടൈം മാസ്റ്ററി. ഒരു പക്ഷേ ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെയുള്ള ഏക കാര്യം എന്ന് പറയുന്നത് സമയമാണ്. സമ്പത്ത് വ്യത്യാസം ഉണ്ടാകാതിരിക്കാം, കാലാവസ്ഥ വ്യത്യാസം ഉണ്ടായിരിക്കാം, വായു വ്യത്യാസം ഉണ്ടാകാതിരിക്കാം, ജലവ്യത്യാസം ഉണ്ടായിരിക്കാം, സാമൂഹിക പശ്ചാത്തല വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ ലോകത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് കൃത്യമാണ്. എല്ലാവർക്കും 24 മണിക്കൂറാണ് വിജയിക്കാൻ ആയി ലഭിക്കുന്നത്. ഈ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. എങ്ങനെ സമയത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ പുസ്തകത്തിൽ ഏകദേശം 40ഓളം ടെക്നിക്കുകൾ പറയുന്നുണ്ട്, എങ്ങനെ ജീവിതത്തിൽ സമയം കൊണ്ട് മാറ്റം കൊണ്ടുവരാം. ഒരു ഉദാഹരണമാണ് പോമോഡോറോ ടെക്നിക്ക്. ഇലോൺ മസ്കിനെ പോലുള്ള മികച്ച ആളുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പോമോഡോറോ ടെക്നിക്ക്. ഈ ടെക്നിക്ക് എങ്ങനെയാണ് ഏറ്റവും പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ സാധിക്കുന്നത്. 5 സെക്കൻഡ്സ് റൂൾസ് എങ്ങനെയാണ് പ്രോക്രാസ്റ്റിനേഷനെ മാറ്റാൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ 2 മിനിറ്റ്സ് റൂള് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന് പറയുന്ന ആശയത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും അർജൻറ്റുമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ സാധിക്കുന്നത്. ഐസൻഹോവർ മെട്രിക്സിലൂടെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ടൈമിനെ മാസ്റ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് നേട്ടം കൊണ്ടുവരുവാൻ സാധിക്കും.